ആലുവയിൽ നിന്ന് തെക്കോട്ടുള്ള ഭാഗത്തൊക്കെ കേരളത്തിൽ 30 ടൈംസ് ഹയർ മാഗ്നറ്റിക് എഫക്ട് ഉണ്ടെന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെയുള്ളവർക്കൊക്കെ റേഡിയേഷൻ പവർ കൂടുതലാണ്, അതുകൊണ്ടാണ് സൈക്കിക് പ്രോബ്ലംസ് ഉണ്ടാവും. ആലുവയിൽ എങ്ങോട്ട്? ആലുവയിൽ നിന്ന് തെക്കോട്ടുള്ള ഭാഗങ്ങളിൽ കൈലാസത്തിന്റെ മുകളിൽ ഇതുവരെ ആർക്കും കയറാൻ പറ്റിയിട്ടില്ല, കയറിയവരാരും തിരിച്ചു വന്നിട്ടില്ല. അതിന്റെ മുകളിലൂടെ എയർക്രാഫ്റ്റ് പറക്കാറില്ല. 2-3 കാരണങ്ങളാണ്. കൈലാസത്തിലെ പ്രദക്ഷിണത്തിന് പോയിട്ടുള്ളവരാണ്. നമ്മൾ ആ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയിൽ എത്തുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് നെയിൽസ്, മൂക്കിന്റെ ഇടയിൽ നിന്ന് ചെവിയുന്നു, കണ്ണിന്റെ ഈ ഭാഗത്ത് നടക്കം ബ്ലഡ് വന്നു. അതിനിടയിൽ ഈ ഭൂമി എന്ന് പറയുന്ന കേരളം എന്ന് പറയുന്ന ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കണം. കുറച്ചു കാലം കഴിയുമ്പോൾ ബേ ഓഫ് ബംഗാളിന്റെ അടുത്ത് ഹൈറ്റ് കൂടി വരികയും അറേബ്യൻ സീയുടെ ഭാഗത്ത് ഹൈറ്റ് കുറഞ്ഞു വരികയാണെങ്കിൽ ഒരു 300-400 കൊല്ലം കഴിയുമ്പോഴത്തേക്കും കൊച്ചു വെള്ളത്തിൽ. നമസ്കാരം ഡോക്ടർ TPS. ഇപ്പോ ഈ ഒരു 2010 ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് എർത്ത് എന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവര് സയൻസിനെ വെല്ലുവിളിക്കുകയാണോ? മണ്ടത്തരാന്നാ പറയേണ്ടത്. സയൻസിനെ വെല്ലുവിളിക്കാനുള്ള വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാം. ഇത് വളരെ കൃത്യമായിട്ട് ലോകം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അത് അരിസ്റ്റോട്ടലിന്റെ കാലം, ഗ്രീക്ക്, ഭാരതത്തിൽ തന്നെ ആര്യഭട്ടൻ ആ കാലം മുതൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഇങ്ങനെ കോൺസ്പിറസി തിയറി കൊണ്ടുവരുന്നത്? ഇത് പ്രസിദ്ധമായ മറ്റുമായി വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഷ ഉപയോഗിക്കാം, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അങ്ങനെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്, പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഫ്ലാറ്റ് എർത്ത് ആണെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പുതിയ അറിവായിട്ട് വന്നതാണ് എർത്ത് അങ്ങനെയാണെന്ന്. ഇവരിപ്പോ ഈ പറയുന്ന ഈ ഒരു തിയറിയുടെ ബേസിക്സ് എന്താണ്? അതിൽ ബേസിക് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടത്തരാന്ന് മാത്രം പറയാം. കാരണം പണ്ടത്തെ കാലത്ത് നോക്കുമ്പോൾ നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് കാണുമ്പോൾ ആൾക്കാരെ ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നോക്കുമ്പോൾ ഫ്ലാറ്റ് ആണല്ലോ. നോക്കുന്നത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി മുകളിലേക്ക് പോയി നോക്കുന്ന എയർക്രാഫ്റ്റിൽ നിന്ന് നോക്കിയാൽ തന്നെ നമ്മൾ ഹൊറൈസൺ കാണും. അതുപോലെ വലിയ വ്യത്യാസമൊന്നും വേണ്ട. നമുക്കിപ്പം ഈ ഏതെങ്കിലും ഒരു സീഷോറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മള് സൂര്യൻ മറഞ്ഞു പോകുന്നത് നമ്മൾ ഫ്ലാറ്റ് ആണെന്നൊരു കുട്ടിയോട് പറഞ്ഞു തീയതി, ആ കുട്ടി ഫ്ലാറ്റ് ആണെന്ന് വിചാരിക്കുള്ളൂ. കാരണം നോക്കി കാണുന്നത് സൂര്യൻ ഇങ്ങനെ മറഞ്ഞു പോകുന്നു ആണല്ലോ, അല്ലേ? അപ്പൊ എന്റെ കാഴ്ചയിൽ കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കടലിൽ നിന്ന് പിന്നെ ഒരു ഷിപ്പ് വരുന്ന സമയത്ത് ആദ്യം അതിന്റെ മാസ്റ്റ് കാണുന്നു, പിന്നെ മറ്റേ ഭാഗം കാണുന്നു, അപ്പൊ എവിടുന്നോ കയറി വരുന്നതാണ് എന്നുള്ള ബോധം. ഈ സിദ്ധാന്തങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു മാസ്റ്റ് കാണുന്നത് കഴിഞ്ഞു. നമ്മുടെ പഴയ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ സാറ്റലൈറ്റ് അയക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ട്രജക്ടറി മോഷൻ വരയ്ക്കുന്നത്, എങ്ങനെയാണ് എസ്കേപ്പ് വെലോസിറ്റിയെ കുറിച്ച് പറയുന്നത്. ഈ ലോകത്തിൽ ഒരു സംഭവവും സ്ഥിരമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നതിന് ഫ്ലാറ്റ് ആയിട്ടിരിക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ ഉദാഹരണം, നമ്മൾ സാധാരണ ഒരു ചെറിയൊരു മണ്ണിന്റെ ഗോൾ ഉണ്ടാക്കിയിട്ട് ഫ്ലാറ്റ് ആക്കിയിട്ട് വെച്ചിട്ട് കുറേ സമയം അതിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കാം. മൂവ് ചെയ്യുന്നുണ്ടുള്ള സത്യമാണ്. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് ഗോളാവുകയുള്ളൂ. ആ ഗോളാവുന്നതിൽ ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യണമെങ്കിൽ അതിനൊരു എലിപ്റ്റിക്കൽ ആയിട്ടുള്ളൊരു സ്ട്രക്ചറും കൂടി വരും. അപ്പൊ ഭൂമി എന്ന് പറയുന്നത് സാധാരണ പറയുന്നത് റൗണ്ട് അല്ല, ഒരു എലിപ്റ്റിക്കൽ ആണ്. അത് ജിയോയിഡ് എന്നാ പറയാം. അതിന് ഒരേ ഷേപ്പ്. ഈ മാത്തമാറ്റിക്സിൽ പറയുന്ന സമയത്ത് നമ്മൾ എലിപ്സോയിഡ് എന്ന് പറയും. പക്ഷെ എലിപ്സോയിഡ് അല്ല, ശരിക്കും ജിയോയിഡ് ആണ്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് പ്രൊജക്ട് ചെയ്തിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ആ അവസ്ഥയിലേക്ക് അത് മാറണമെങ്കിൽ കുറേ കാലത്തെ റൊട്ടേഷൻ കൂടി ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ സയന്റിഫിക്കലി ലോജിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു. ഇത് അതുപോലെ തന്നെ സൂര്യൻ ഒരു ഗോളമാണ്, ഭൂമി ഒരു ഗോളമാണ്, ചന്ദ്രൻ ഒരു ഗോളമാണ്. ഇതൊക്കെ മൂവ് ചെയ്യുന്നതൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് പിന്നെ അതിലെ ഗ്രഹണം നോക്കിയിട്ടാണ്. ഈ ഫ്ലാറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ഗ്രഹണം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പൊ ജോമെട്രി ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ 19-ാം നൂറ്റാണ്ടിലെ കാര്യം 21-ാം നൂറ്റാണ്ട് വരെ അമേരിക്കയിൽ പലരും വിശ്വസിച്ചിരിക്കുന്ന അങ്ങനെ എർത്ത് ഫ്ലാറ്റ് സൊസൈറ്റി എന്നൊരു സൊസൈറ്റി പോലും ഉണ്ടായിട്ടുണ്ട്, ഒരു അസോസിയേഷൻ. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് കുറച്ച് സമയം കറക്കിയാൽ, ഇപ്പൊ നമ്മളൊരു ത്രെഡ് എടുത്തിട്ട് അതിന്റെ മുകളിൽ ഒരു ബോൾ വെച്ചിട്ട് കറക്കാതെ ഇരിക്കുക. ആദ്യം എലിപ്റ്റിക്കലൊക്കെ ആയിട്ട് പോകും, കുറച്ച് കഴിയുമ്പോൾ എങ്ങനെ പോകാന്നറിയോ? അത് സർക്കുലർ ആവും. അപ്പൊ അങ്ങനെ സർക്കുലർ ആവുന്നതാണ് ലോകത്തിന്റെ ഏറ്റവും നല്ല ഷേപ്പ്. ലോകത്തിൽ ഏറ്റവും നല്ല പ്രിസർവേറ്റീവ് ആയിട്ടുള്ള ഷേപ്പ് എന്ന് പറയുന്നത് സർക്കുലർ ആണ്. അതിന് പിന്നെ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ളതാണ് എർത്തും സൂര്യനും ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ. അവ തമ്മിലുള്ള ആകർഷണങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ പഴയ സിദ്ധാന്തങ്ങൾക്ക് പണ്ട് എത്രയോ അറിവുണ്ട്. ആകൃഷ്ടി ശക്തിസ്തു മഹീതയായത്കസ്ത്വം സാവിമുഖം സ്വശക്തിയ. ഇവയൊക്കെ അന്യോന്യം ആകർഷിച്ചിട്ട് എവിടെയും വീടാതെ ഇങ്ങനെ കിടക്കുന്നത്. പദത്വയം ഖേ, അതിനേഴും വീഴാൻ പറ്റില്ലല്ലോ എന്നാണ്. ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള സംഭവത്തിന് ഒരിക്കലും സ്ഥിരതയില്ല. അത്
കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇപ്പൊ നമ്മൾ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും വരയ്ക്കുമ്പോൾ ആരെങ്കിലും ഫ്ലാറ്റ് ആയിട്ട് വരും? എന്താ കാരണം? അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ന്യൂട്രോൺ എന്ന് പറയുന്ന സങ്കല്പം നമ്മൾ എപ്പോഴും റൗണ്ട് ആയിട്ടാണ് വരയ്ക്കുക. എന്താ റൗണ്ട് ആയിട്ട് വരയ്ക്കുന്നത്? റൗണ്ടിനാണ് സ്റ്റെബിലിറ്റി ഉള്ളത്. ഏത് സംഭവം അങ്ങനെയാണ്. അപ്പൊ ഇത് യാതൊരു സയന്റിഫിക് എന്നല്ല, ലോജിക്ക് എന്നൊരു വാക്ക് ലോജിക്കലി അങ്ങനെയാണല്ലോ. ലോജിക്കലി അങ്ങനെ അല്ലാതെ പറയാൻ പറ്റും. അപ്പൊ ലോജിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അബദ്ധമാണ് ഈ പറയുന്നത്. അല്ല, അങ്ങനെ കുറച്ച് പേരെങ്കിലും ഇത് വായിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അവരെ നന്നായിട്ട് ഗൈഡ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ചിലരൊക്കെ അങ്ങനെ ഉണ്ടാവായി, ദാറ്റ്സ് നത്തിങ് റോങ്. കാരണം അവര് വളർന്നിട്ടില്ല, അവരുടെ ബുദ്ധി വളർന്നിട്ടില്ല. നമ്മൾ കാണുന്നത് മാത്രമാണ് നമ്മുടെ ലോകം എന്ന് വിശ്വസിക്കുന്നത് ബുദ്ധിമുട്ടാണ്. കാണാത്തതിൽ നിന്ന് ബാക്കിയുള്ളവർ പറഞ്ഞു തരുന്ന അറിവും കൂടിയാണ് നമ്മുടെ അറിവെന്ന് അറിയണം. കാരണം പലത് കണ്ടിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, അത് ലോജിക്കലി ആലോചിച്ചിട്ടാണ്. കണ്ടിട്ട് മാത്രം മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും, അതാണ് ലോജിക്കൊക്കെ. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കുട്ടി വന്നിട്ട് കടൽക്കരയിൽ നിൽക്കുമ്പോൾ സൂര്യൻ മാത്രം കാണുകയാണെങ്കിൽ അങ്ങനെ. പക്ഷെ കുറെ ക്ഷമയോടുകൂടി നിൽക്കുമ്പോഴാണ് ഒരു ഷിപ്പ് വരുമ്പോൾ മാസ്റ്റ് കാണാന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ക്ഷമ നമ്മൾക്കുണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെങ്ങനെ സങ്കല്പിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞ് അവർ കണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നോളജ്. അത് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മണ്ടത്തരം. അതുപോലെ ഡോക്ടർ TPS പറഞ്ഞായിരുന്നു മനുഷ്യന്മാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലമില്ല ലോകത്തെന്ന് പറഞ്ഞു. പക്ഷെ ബർമുഡ ട്രയാങ്കിൾ ആ കൂട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലല്ലോ. ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ് ലോകത്ത്. അത് വളരെ ചെറിയൊരു സ്ഥലമാണ്. ഭൂമിയെ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കിക്കാണാവുന്ന ദൂരത്ത് അവിടെ ഷിപ്പുകൾ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൂടെ എയർക്രാഫ്റ്റ് പോയാൽ ചിലപ്പോൾ സിങ്ക് ചെയ്യപ്പെടുന്ന പറയാം. സിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അടുക്കളയിൽ സിങ്ക് എന്ന് പറയാം. അത് താഴത്തോട്ട് വിളിച്ചു കൊണ്ടുപോകുന്ന എന്തോ ഒരു എനർജി അവിടെ ഉണ്ടെന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അവിടെ മാത്രമല്ല, ഈ കൈലാസത്തിന്റെ മുകളിൽ ഇതുവരെ ആർക്കും കയറാൻ പറ്റിയിട്ടില്ല, കയറിയവരാരും തിരിച്ചു വന്നിട്ടില്ല. അതിന്റെ മുകളിലൂടെ എയർക്രാഫ്റ്റ് പറക്കാറില്ല. ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ എല്ലാ എയർക്രാഫ്റ്റും ഒഴുകിപ്പോകുന്നതാണ് പറയുന്നത്. കാരണം അങ്ങനെ ഒഴുകിപ്പോകുന്ന എയർക്രാഫ്റ്റുകളുടെ നമ്പർ വളരെ കൂടുതലാണ് ലോകത്ത്. അതിൻ്റെ കംപ്ലീറ്റ് നമ്മൾ മാപ്പ് എടുത്തു എന്ന് വിചാരിക്കുക, കൈലാസത്തിൻ്റെ ചുറ്റും ഒരു എയർക്രാഫ്റ്റും പോകാറില്ല. 2-3 കാരണങ്ങളാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ എയർക്രാഫ്റ്റിന് 30,000 ഫീറ്റിൽ നിന്ന് താഴത്തേക്ക് വരണം. അങ്ങനെ വരുമ്പോൾ എത്താൻ പറ്റുന്നതിനേക്കാളും ഹൈറ്റ് കൂടുതലാണ് ഈ മൗണ്ടൻസിൻ്റെ ഹൈറ്റ്. നമ്പർ 1. ഓക്കെ, നമ്പർ 2, ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് കൈലാസത്തിലെ പ്രദക്ഷിണത്തിൽ പോയിട്ടുള്ളവരാണ്. നമ്മൾ ആ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയിൽ എത്തുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് നെയിൽസ്, മൂക്കിൻ്റെ ഇടയിൽ നിന്ന് ചെവിയുന്നു, ഏതൊക്കെ ഭാഗത്ത് നിന്ന് ബ്ലഡ് വരാമോ, കണ്ണിൻ്റെ ഈ ഭാഗത്ത് നിന്നടക്കം ബ്ലഡ് വന്നിട്ടുണ്ട് എനിക്കൊക്കെ. അവിടുത്തെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഹൈലി പവർഫുൾ ആണ്. ബർമുഡ ട്രയാങ്കിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇറ്റ് ഹാസ് ഗോട്ട് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി, ഇലക്ട്രിക്കൽ മാഗ്നറ്റിക് എനർജി. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു പേപ്പറിൽ ഒരു കുറച്ച് ഡസ്റ്റ് വെച്ചിട്ടൊന്ന് കുലുക്കി കഴിഞ്ഞാൽ അത് 2 മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഡയറക്ഷൻ പറയാത്തത്, അത് മാഗ്നറ്റിക് ഫീൽഡാണ്. നോർത്ത് ടു സൗത്ത്, സൗത്ത് ടു നോർത്ത് ആണ് മാഗ്നറ്റ്. നമ്മളതുകൊണ്ടല്ലേ മാഗ്നറ്റ്, ബാർ മാഗ്നറ്റിന് സൗത്തും നോർത്തും പോളൊക്കെ പറയുന്നത്. ഇത് ഇങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ നോർത്തും സൗത്തും ആയിരുന്നില്ല 200 മില്യൺ ഇയേഴ്സ് ബാക്ക്. സൗത്ത് സൗത്തും ആയിരുന്നു. ഇത് മാറിക്കൊണ്ടേയിരിക്കും. കാരണം എർത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ അല്ല, അത് ലൈവാണ്, ഡൈനാമിക് ആണ്. അങ്ങനെ മാറിപ്പോയപ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും നോർത്ത് പോളും ആവേണ്ടടുത്ത് മാറ്റിപ്പോയിട്ടുള്ള ചില സ്ഥലങ്ങളും ഉണ്ട്. ഒമാനിൽ പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്ലിഫിന്റെ മുകളിൽ വണ്ടി വെച്ചാൽ, സാധാരണ ന്യൂട്രൽ വെച്ച വണ്ടി താഴത്തോട്ടല്ല കയറുന്നത്, അതിന് പകരം മുകളിലോട്ട് കയറും, എഞ്ചിനൊക്കെ ഓഫായാണ്. കാരണം ആ ക്ലിഫിന്റെ മുകളിൽ ഞാൻ ഓടിച്ചിട്ടുള്ള അവിടെയൊക്കെ പോയിട്ടുണ്ട്. ആ യാത്രയും ഈ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ്. അതിനെന്താ കാരണം വെച്ചാൽ അവിടെ ഈ എർത്തിന്റെ പോൾസ് മാറ്റുന്ന സമയത്ത് അറിയാതെ എർത്ത് മറന്നുപോയി എന്നാ പറയാം. ഓക്കെ, എർത്ത് ഫോർഗെറ്റ്ഫുൾനെസ് എന്നാണ് പറയാം. ഇതൊക്കെ ബിയോണ്ട് സയൻസ് ആണെന്ന് വെച്ചാൽ ഇത് സയൻസ് ആണ്, നമ്മൾ പഠിക്കുന്ന. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അവിടെ എന്ത് പറ്റിയെന്ന് വിചാരിച്ചാൽ മാറ്റം വരുത്താൻ മറന്നുപോയി. അപ്പൊ ചില സ്ഥലങ്ങളിൽ ഇപ്പം റേഡിയേഷന്റെ കണ്ടന്റ് ടോക്കിയോയിൽ നിന്നൊരു പേപ്പറിൽ പറഞ്ഞിട്ടുള്ളത്, ആലുവയിൽ നിന്ന് തെക്കോട്ടുള്ള ഭാഗത്തൊക്കെ കേരളത്തിൽ 30 ടൈംസ് ഹയർ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടെന്നാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് വെച്ചാൽ ഇവിടെയുള്ളവർക്കൊക്കെ റേഡിയേഷൻ പവർ കൂടുതലാണ്. അതുകൊണ്ടാണ് സൈക്കിക് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഓരോ സ്ഥലത്തും ആലുവയിൽ നിന്ന് തെക്കോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ. അതുകൊണ്ട് പണ്ട് ഇതെങ്ങനെ നമുക്കറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് യാഗങ്ങൾ നടത്തുമ്പോൾ ആലുവക്ക് തെക്കോട്ടൊന്നും യാഗം നടത്താറില്ല. നമ്മുടെ ഗ്രാമങ്ങൾ അവസാനിക്കുന്നത് തളിപ്പറമ്പ് മുതൽ, കേരളത്തിലെ തളിപ്പറമ്പ് മുതൽ ആലുവ വരെ ആകുമ്പോഴത്തേക്ക് ഗ്രാമങ്ങൾ തീർന്നു.
അത് കഴിഞ്ഞാൽ യാഗങ്ങൾ നടത്താൻ പറ്റിയ ഗ്രാമങ്ങളല്ല എന്നൊക്കെ പറയാം. എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് അവിടുത്തെ ആൾക്കാരുടെ മെഷർമെന്റ്സ്. നമ്മളിപ്പോൾ ഒരു സ്ഥലം ക്ലീൻ ആക്കണമെങ്കിൽ ആ ക്ലീൻ ചെയ്തതൊക്കെ നമ്മൾ ഡസ്റ്റിലേക്ക് ഇടുമല്ലോ, അവിടെ തന്നെ നമ്മൾ ഡ്രൈനേജ് എന്ന് പറയാം. ഡ്രൈനേജ് ക്ലീൻ ആക്കാൻ പോകേണ്ട വല്ല കാര്യമുള്ളൂ, അത് വേസ്റ്റ് ഓഫ് ടൈം എന്നാ പറയാ, ആണല്ലോ. അപ്പൊ അതുപോലെ ലോകത്തിന്റെ ചില സ്ഥലത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഹൈലി ഡെൻസിഫൈഡ് ആയിട്ട് സിങ്ക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് പെർമുഡ ട്രയാങ്കിൾ. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയുടെ ഇന്റൻസിറ്റിയിൽ വളരെ കൂടുതലായിട്ട് ഇപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോൺ നമ്മൾ കൈലാസത്ത് പോയി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ഡ്രെയിൻ കേട്ടോ. കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി കൂടുതലാകുമ്പോൾ അത് അബ്സോർബ് ചെയ്യുന്ന എനർജി കൂടുതലാണ്. ടെമ്പറേച്ചർ, നമ്മുടെ ഹ്യൂമിഡിറ്റി, ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നോബഡി ക്യാൻ സർവൈവ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ എക്യുപ്മെന്റ്സും വർക്ക് ചെയ്യുന്നത് മാഗ്നറ്റിസവും ഇതൊക്കെ വെച്ചിട്ടാണ്. ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും മിസ്ബിഹേവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം? ഇതാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സ്പ്ലനേഷൻ. ഇതാണ് ലോകത്തിന്റെ ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലമാണെന്ന് ചോദിച്ചാൽ യെസ്, എത്തിപ്പെടാൻ പറ്റാത്തതാണ്. പക്ഷെ അത് കാണാൻ പറ്റുന്നതാണോ, എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ കണ്ടത് കൊണ്ടാണല്ലോ അവിടെ ഒരു ബർമുഡ ട്രയാങ്കിൾ മനസ്സിലാവും. ഈ ചുഴി എന്ന് പറയുന്ന സംഭവം, ആ ചുഴി എന്ന് പറയുന്നത് നമ്മൾ ചുഴലിക്കാറ്റ് നമ്മൾ കാണുന്നു അല്ലേ, നമ്മുടെ കണ്ണു മുമ്പിൽ കാണാം ചുഴലിക്കാറ്റ് ഇങ്ങനെ പോകുന്നത്. അതേപോലെ സ്ഥിരമായിട്ടിരിക്കുന്ന സുനാമി എന്ന് പറയുന്ന സംഭവത്തിന് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എർത്ത് എന്ന് പറയുന്നത് തന്നെ ലൈവ് എർത്താണ്. നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഫുട്ബോൾ സ്റ്റിച്ച് ചെയ്യാത്തൊരു ഫുട്ബോളാന്ന് വിചാരിക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാത്തൊരു ഫുട്ബോളാണ് എർത്ത്. ഓക്കെ, അതിനിടയിൽ ചില പ്ലേറ്റുകൾ അന്യോന്യം മൂവ് ചെയ്യും. അങ്ങനെ 7 പ്ലേറ്റുകളാണ് നമ്മളുള്ളത്. ആ യുറേഷ്യൻ പ്ലേറ്റിലാണ് നമ്മളുള്ളത്. ആ യുറേഷ്യൻ പ്ലേറ്റ് കുറെ മൂവ് ചെയ്തിട്ടാണ് ഈ പിന്നെ ഹിമാലയ ഉണ്ടായത്, ഫ്രിഡ്ജസ് ഉണ്ടായത്. ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇനിയും ചേഞ്ചസ് വരും, കുറേ വരും. പക്ഷെ ഇത് കുറെ കാര്യം നമ്മളിപ്പോൾ ഒരു മാപ്പ് ഉണ്ടാക്കുമ്പോൾ, ഞാൻ മാപ്പിംഗ് ആണ് ചെയ്തത്, എൻ്റെ പണി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ എൻ്റെ പണി മാപ്പിംഗ് ആണ്. ഓരോ മാപ്പിന്റെയും മുകളിൽ എഴുതിയിട്ടുണ്ട് ഈ ആംഗിള്, നോർത്ത് എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടല്ലോ, 1970 സർവേയിൽ ഇതാണ് ആംഗിൾ. പക്ഷെ ഓരോ കൊല്ലം കഴിയുമ്പോഴും ഈ ആംഗിൾ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഏത് വർഷമാണോ നോക്കുന്നത് അതിനനുസരിച്ചിട്ട് ഈ ഡിഫ്ലക്ഷൻ റേറ്റ് മാറുന്നതുകൊണ്ട് അത് വെച്ചിട്ട് വേണം മാപ്പ് ഉപയോഗിക്കാൻ. നമുക്കൊരു കോഷൻ ഈ ഒരു മൂവ്മെന്റ് കാരണം നമ്മളിപ്പോ നോർത്ത് സൗത്ത് എന്നൊക്കെ പറയുന്നതൊക്കെ വ്യത്യാസമാണ്. നമ്മൾ ഈ സൂര്യൻ ഇപ്പൊ പറയുന്നത് നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് നോർത്ത് ഉണ്ട്. നിങ്ങളുടെ വീട് സൗത്ത് ഫേസിംഗ് ആണോ നോർത്ത് ഫേസിംഗ് ആണോ എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ടത് ഏത് നോർത്താണ് ഏത് സൗത്ത് ആണെന്ന് ചോദിക്കണം. കാരണം സൂര്യൻ ഉദിക്കുന്നതിനെയാണ് ട്രൂ ഈസ്റ്റ് എന്ന് പറയാ. ആ ട്രൂ ഈസ്റ്റും ട്രൂ വെസ്റ്റും സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും അത് കറക്റ്റാണ്. കാരണം 23 ഡിഗ്രി താഴത്തോട്ടും മുകളിലോട്ടും പോവാലോ മാർച്ച് മുതൽ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും. അപ്പൊ എന്റെ വീട് ഈസ്റ്റ് ഫേസിംഗ് ആന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഓരോ ദിവസവും മൂവ് ചെയ്തോട്ടിരിക്കണം. അപ്പൊ ഇതും പണ്ടത്താണ്. അപ്പൊ നമ്മുടെ ഡയറക്ഷൻ പോലും ഒരു റിലേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഒരു കൺസെപ്റ്റാണ്. ഈ രണ്ടും അല്ല ഉപയോഗിക്കുന്നത് ഷിപ്പുകളും എയർക്രാഫ്റ്റുകളും, അത് ഉപയോഗിക്കുന്നത് ഗ്രിഡ് നോർത്താണ്. ഈ കാണുന്ന സൂര്യൻ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തല്ലേ സൂര്യൻ കിഴക്കും വടക്കും പടിഞ്ഞാറും. മാഗ്നറ്റിസം നോക്കിയിട്ടല്ല കാണുന്നത്, കാരണം അതിനും മുകളിലാണ് ഇവർ പറക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അവർ കാണുന്ന നക്ഷത്രങ്ങൾ നോക്കിയിട്ടൊക്കെയാണ് നമ്മുടെ റോക്കറ്റൊക്കെ ട്രജക്ടറി തീരുമാനിക്കുക. അതിനെ ഗ്രിഡ് നോർത്ത് എന്നാ പറയാ. ഇപ്പൊ നോർത്ത് തന്നെ എത്ര ഉണ്ടെന്ന് ആലോചിച്ചു. ഈ സുനാമിയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. ഞങ്ങള് ഇപ്പൊ എർത്തിന്റെ ഒരു ഹീലിംഗ് പ്രോസസ് ആണ് പറയായിരുന്നു. ഇപ്പൊ കോവിഡ് വന്നതും നമ്മളെല്ലാരും അകത്തിരുന്നു, അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പൊല്യൂഷൻ ഒക്കെ മാറാൻ ഒരു സഹായിച്ചു. ഇവൻ സുനാമി ആണെങ്കിൽ പോലും കടൽ വന്ന് എടുത്തോണ്ട് അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ശരിക്കും ഒരു കോൺസെപ്റ്റ് ഈ നമ്മൾ ചെയ്തിട്ടുള്ളത്, ഞാൻ പറഞ്ഞില്ലേ, ഈ എർത്ത് ഒരു സ്ഥലത്ത് കുറച്ചൊന്ന് ഡിപ്രഷൻ വരുന്ന ഒരു പ്ലേറ്റ്, ആ വരുന്ന സമയത്ത് വെള്ളം കിട്ടും. അത് മറ്റൊരു സമയത്ത് ഒന്ന് പൊങ്ങുന്ന സമയത്ത് വെള്ളം ഇങ്ങോട്ട് വരും. തിരമാല എന്ന് പറയുന്ന സ്ഥിരമായിട്ട് വരുന്ന ഒരു സംഭവം. നമ്മൾ ഇവിടെ സുനാമി വരുന്ന സമയത്ത് കുറേ വെള്ളം കയറിയില്ലേ? വേറെ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊറീഷ്യസ് ഭാഗത്തേക്ക് കുറെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പല സ്ഥലത്തും ഇപ്പൊ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് എന്തുണ്ടായിട്ടുണ്ട്, വെള്ളം കടലിലേക്ക് പോയി എന്ന് പറഞ്ഞ് കോഴിക്കോട് അങ്ങനെ സ്ഥിരമായിട്ട് പോയി എന്നായിരിക്കും ഒരു 10 കൊല്ലത്തേക്ക്. ജനങ്ങൾ എന്ത് ചെയ്യും? തട്ടുകട അവിടെ ഇടാൻ തുടങ്ങും. താമസിക്കാൻ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് തോന്നുന്നത് ഞാൻ അങ്ങോട്ട് അങ്ങനെ പോകും. അങ്ങനെ ഒരു കാലത്ത് പരശുരാമൻ നമ്മൾ മഴ എറിഞ്ഞിട്ടാണ് കേരളം കിട്ടിയെന്ന് പറയുന്നത് ഈ സങ്കല്പമാണ്. കാരണം ഗോകർണം മുതൽ കേരളം വരെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്രൊജക്റ്റഡ് ഏരിയ ആണ്. അതല്ലെങ്കിൽ അതല്ല ഷേപ്പ് വരേണ്ടത്. നമ്പർ 1. നമ്പർ 2, നമ്മുടെ ഈ മീൻ സി ലെവൽ എന്ന് പറഞ്ഞിട്ട് MSL എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടാണ്. ഏത് റെയിൽവേ സ്റ്റേഷനിൽ MSL എഴുതിയിട്ടുണ്ടോ അല്ലേ? അത് എവിടുന്ന മെഷർ ചെയ്യുന്നത്? ഈ തെക്കേ ഭാഗത്ത് മെഷർ ചെയ്യുന്നതൊക്കെ, ഈ പടിഞ്ഞാറ് ഭാഗത്ത് മെഷർ ചെയ്യുന്നതൊക്കെ ഇവിടുത്തെ മീൻ സി ലെവലാണ്. അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാളും ഒരേ ലെവലല്ല.
നമ്മുടെ ധാരണ അറേബ്യൻ സീയും ഒരേ അതെ. ലെവലല്ല. കാരണം അതിനിടയിൽ ഈ ഭൂമി എന്ന് പറയുന്ന കേരളം എന്ന് പറയുന്ന ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കും. കുറച്ചു കാലം കഴിയുമ്പോ ബേ ഓഫ് ബംഗാളിന്റെ അടുത്ത് ഹൈറ്റ് കൂടി വരികയും അറേബ്യൻ സീയുടെ ഭാഗത്ത് ഹൈറ്റ് കുറഞ്ഞു വരികയാണെങ്കിൽ ഒരു 200-400 കൊല്ലം കഴിയുമ്പോഴത്തേക്കും കൊച്ചു വളർത്തും. 400 കൊല്ലാണ്, അപ്പൊ കുഴപ്പമില്ല. അല്ല എന്നാ പോലും എന്നാൽ പോലും നമ്മൾ 3 ജനറേഷനെ കുറിച്ച് അതെ അതെ അതുകൊണ്ടാണ് 7 ജനറേഷൻസ് പറയുന്നത്. ഞാനും എന്റെ 3 ജനറേഷൻ മുമ്പും എന്റെ 3 ജനറേഷൻ താഴെയും മാത്രമേ നമ്മൾ ബോധമുള്ളൂ. അവരെ നമ്മൾ കാണാറുള്ളൂ. കാണാത്തവരും നമ്മൾ ബോധമാണ്. ഇത് ഇങ്ങനെയാണെന്ന് നമ്മളിപ്പോ പറയുന്നല്ലേ. നാളെ പ്ലേറ്റ് തിരിച്ചിങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയാലോ ഹിമാലയം ഒന്നും ഇല്ലാണ്ടാവും. അത് കഴിഞ്ഞ് കടലിൽ വെള്ളം ഇങ്ങടാവും, കുറച്ചും കൂടി താഴത്തോട്ട് പോകും. പണ്ട് ഒരു 200-300 മില്യൺ ഇയേഴ്സ് എക്കോ നമ്മളിപ്പോ ഇക്വേറ്റർ വായിച്ചിട്ട് 4 ഡിഗ്രി 6 ഡിഗ്രി ഒക്കെയാണ് നമ്മൾ കേരളം മെഷർ ചെയ്തത്. അത് ഇക്വേറ്ററിന് താഴെ ഇങ്ങനെ മൂവ് ചെയ്ത് മുകളിലോട്ട് പോയതാണ്. ഇനി ഈ ലോകത്തിലുള്ള എല്ലാ സംഭവങ്ങളുടെ എല്ലാ പ്ലേറ്റുകളെയും നമ്മൾ അടുപ്പിച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പാൻജിയ. പണ്ട് സോഷ്യൽ സ്റ്റഡീസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ പാൻജിയ മൂവ്മെന്റ്സ് എന്നാണ് ഇതിന് പറയാ. ഈ പാൻജിയ എത്തുന്ന സമയത്ത് ഒരു ഭൂഖണ്ഡമായിട്ട് ഒരു ദ്വീപായിട്ട് മാറും. എല്ലാം കൂടി ഒന്നായിട്ട് മാറും. ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ജംബുദ്വീപേ ഭരതഖണ്ഡേ ഭാരതവർഷേ മേരോഹ ബത്തുഷുണേ പാർശ്വേ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡെഫിനിഷൻസ് ഒക്കെ. നമ്മൾ വേറെ പല രാജ്യങ്ങളിലും സയന്റിസ്റ്റ് പറഞ്ഞിട്ട് പഠിച്ച്. അപ്പൊ നമ്മള് ഇപ്പൊ ഈ പറയുന്ന ഭൂമി ഉരുണ്ടതാന്ന് പറയുന്ന 4-ാം നൂറ്റാണ്ടില് അരിസ്റ്റോട്ടിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ പറഞ്ഞു. 5-6 നൂറ്റാണ്ടാകുമ്പോഴത്തേക്കും ആര്യഭടൻ കറങ്ങുന്നത് പോലും പറഞ്ഞിട്ടുണ്ട്. വ്യാസം അളക്കുന്നത് മാത്രമല്ല, അന്ന് ഉരുണ്ടതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉരുണ്ടതാണെങ്കിൽ അതിന്റെ ഡയമീറ്റർ എത്ര അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഡയമീറ്റർ പറഞ്ഞത് മാത്രമല്ല, ഇത് സ്ഥിരമായിട്ട് കറങ്ങുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആര്യഭടനാണ്. അത് പറഞ്ഞിട്ടുള്ള 6-ാം നൂറ്റാണ്ടിലാണ്. ഇത്രയൊക്കെ നമുക്ക് ഭൂമിയെ കുറിച്ച് പഠിക്കാൻ പറ്റും എന്നുള്ളത് വലിയ കാര്യം.